നമസ്കാരം. വിഷുവിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അധികൃതർ, പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുമായിട്ട് ഒരു മനുഷ്യൻ്റെ ഒരു വയോധികൻ്റെ ഒരു ദുരിതക്കാഴ്ച ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോത്ത് എന്നുള്ളൊരു ദാരുണമായൊരു കാഴ്ചയാണ്. ഇതിനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദുഃഖമായൊരു മനുഷ്യൻ, അതായത് കൊടും കാടിന് സമീപത്ത് ആ പാലത്തിനടിയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്ന ഒരു വയോധികന്റെ കഥയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ ചെറിയൊരു ഭാഗം കാണാം. ഈ കാണുന്ന മനുഷ്യൻ, വയോധികനായ മനുഷ്യൻ 90 പിന്നിട്ട കാണിക്കാരൻ കുഞ്ഞിരാമൻ എന്ന ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവിലെ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഇപ്പോൾ താമസിക്കുന്നത് കർണാടക വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കർണാടക വനത്തിന്റെ അതിർത്തിയായ കാര്യങ്കോട് പുഴയുടെ തീരത്തുള്ള പാലത്തിനടിയിലാണ് ഇപ്പോൾ അന്തിയുറങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കാണിക്കാരൻ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഇപ്പോൾ നിലച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇദ്ദേഹം അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ പാലത്തിനടിയിലാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഈ പാലത്തിനടിയിലാണ് ഈ കുഞ്ഞിരാമൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. നേരത്തെ 2024 വലിയൊരു സംഭവമുണ്ട്. ജൂലൈ 3-ാം തീയതി ആറാട്ടുകടവിൽ ഇദ്ദേഹം താമസിച്ചിരുന്ന കുടിൽ കാട്ടാന തകർക്കുകയും അങ്ങനെ ആന ഈ തകർന്ന സമയത്ത് ഇയാളെ ആക്രമിക്കുകയും ചെയ്തു. അന്ന് തലനാരിഴയ്ക്കാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെട്ട അതേ മനുഷ്യനാണ് ഇപ്പോൾ കാട്ടാനയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ച് ഈ പുഴത്തീരത്ത് അന്തിയുറങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിയത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അവകാശമാണ് പാർപ്പിടവും അതുപോലെ ഭക്ഷണവും ഒക്കെ ഉള്ളത്. അപ്പം അത് ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അധികൃതർക്കുണ്ട്. ആ അധികൃതർ ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. കാണിക്കാരൻ കുഞ്ഞിരാമന്റെ വീട് ആക്രമിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് പഴയ പഞ്ചായത്ത് മെമ്പർ CBM തോമസ്. ഏകദേശം 1 വർഷമായി എന്ന് തോന്നുന്നു ആനയുടെ ആക്രമണത്തിൽ നിന്നും വളരെ ഭാഗ്യം കൊണ്ടാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. അന്ന് തന്നെ ഇദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളൊക്കെ സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ ചർച്ചകൾ വരെ നടന്നിരുന്നതാണ്. ഇന്നും ഇതേ ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി എത്തുന്ന ഇതേ പുഴയറമ്പിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു കാര്യം കൂടിയാണ്. CBM തോമസ് പറഞ്ഞതുപോലെ തന്നെ അന്ന് ഉണ്ടായ ഒരു ദുരന്തം, അന്ന് ആ ആറാട്ടുകടവിലുണ്ടായ ഒരു ദുരന്തത്തിന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും പിന്നീട് ചികിത്സയൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന കുഞ്ഞിരാമേട്ടൻ്റെ ഒരു ദയനീയമായൊരു അവസ്ഥ ഇപ്പോഴും ഈ കാടിനകത്ത് നമ്മൾ വന്ന് കാണേണ്ടതാണ്. ഈ കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം ഭക്ഷണം പാകം ചെയ്യുന്നത്. അവിടെ തന്നെയാണ് അദ്ദേഹം അത്യാവശ്യം ജീവിത ചെലവിന് വേണ്ടിയുള്ള ഓട കൊണ്ടുള്ള കൊട്ടയും മറ്റും നിർമ്മിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് കുഞ്ഞിരാമേട്ടൻ നമ്മളോട് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ പുഴത്തീരത്ത്, അത് നമ്മൾ സാധാരണ പുഴത്തീരത്തൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ കിടന്നുകൊണ്ട്, പക്ഷേ ഈ ഒരു പ്രദേശത്ത് പറഞ്ഞാൽ കാട്ടാനകളാണ് ഈ പുഴയിൽ വിഹരിക്കുന്നത്. കാര്യങ്കോട് പുഴയുടെ മിക്ക ഭാഗങ്ങളിലും മിക്ക ദിവസങ്ങളും കാട്ടാനകൾ വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ കാട്ടാനകൾ വരുന്ന സമയങ്ങളിൽ ഈ കിടക്കുന്ന സ്ഥലത്ത് എണീച്ചിരിക്കുകയും അങ്ങനെ ഇവിടെ തീ കൂട്ടിയിടുകയാണ് ചെയ്യുന്നതെന്നാണ് കുഞ്ഞിരാമേട്ടൻ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, എല്ലാ വാക്കുകളും നമുക്ക് വലിയ ശബ്ദത്തിൽ സംസാരിക്കാനോ ഈ പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ചെറിയ ചെറിയ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അന്ന് കാട്ടാന ഒരു പ്രാവശ്യം ആക്രമിച്ചല്ലോ വീട്ടിൽ നിന്ന് കിടക്കുമ്പോൾ? അതൊന്നും പറ്റിയില്ല. അന്ന് ഞാൻ അതിൻ്റെ അർത്ഥം തന്നെ വരി വരിക്കുന്ന പൂച്ചയായിട്ട് ഞാൻ കേൾക്കുന്നു. എൻ്റെ പൂച്ചയായിട്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് സൊസൈറ്റിയിൽ തിരിച്ചു കെട്ടിയത്. ഇതിനെ ഞാൻ കലമ്പുന്നു. എൻ്റെ പൂച്ച പ്ലാസ്റ്റിക്കകത്ത് ഇല്ലുണ്ട്. എന്നെ കുറിച്ച് ലാമ്പ് കിട്ടി വെട്ട കത്തിക്കുമ്പോൾ ആന തെയ്ഞ്ഞു പോയി താഴെ. അങ്ങനെ നേരം വെളുത്തതിനെ ഞാൻ അറിഞ്ഞു. വന്യമൃഗശല്യം ഉണ്ടോ നിങ്ങൾക്ക് രാത്രി കൂടി വരുന്നുണ്ടോ? അക്കരെ വരെ എന്തെങ്കിലും ഒച്ച കേട്ടാൽ ഞാനിവിടെ തീരും. വീട് കൊടുത്താൽ പോയിക്കോ. വേറെ ശല്യമൊന്നുമില്ല. എൻ്റെ 2-3 ആഴ്ച മുമ്പിൽ അവിടെ തോട്ടത്തിൻ്റെ അടുത്ത്
അവർ കമ്പ്ലീറ്റ് ആയതുകൊണ്ടിപ്പോൾ ഇങ്ങോട്ട് വരവില്ല. ഇത്തരത്തിൽ വയോധികനായ ഒരു മനുഷ്യൻ, കാലത്തിനോടൊപ്പം സഞ്ചരിച്ച ഒരു മനുഷ്യൻ ഈ നാടിനകത്ത് ആറാട്ടുകടവിൽ കഴിഞ്ഞ തൻ്റെ ജീവിതം മുഴുവൻ കാലം ജീവിച്ചു തീർത്ത അദ്ദേഹം സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജും നടപ്പായിട്ടില്ല. ആ നിർമ്മാണത്തിലിരിക്കുന്ന വീടും പാതി വഴി നിലച്ചു. ആ വീട് നിർമ്മാണത്തിൽ ഏറ്റെടുത്ത കരാറുകാരൻ്റെ അനാസ്ഥയാണെന്നാണ് നമ്മുടെ മുൻ പഞ്ചായത്ത് മെമ്പർ CBM തോമസ് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ വീട് പണി പൂർത്തിയാകാതിരിക്കാൻ കാരണം അവിടെ നിലവിൽ കരാർ ഏറ്റെടുത്ത 6 വീടുകൾ നിലവിൽ ആറാട്ടുകടവിലെ കുടുംബങ്ങൾക്ക് അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞിരാമേട്ടൻ്റെ വീട് നിർമ്മാണം പാതി വഴിയിൽ നിലയ്ക്കാൻ കാരണം അവിടെയുള്ള കരാറുകാരൻ്റെ അനാസ്ഥയാണ് ഈ വീട് നിർമ്മാണം വൈകിപ്പോകാൻ കാരണമെന്നാണ് മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ CBM തോമസ് നമ്മളോട് പറയുന്നത്. ആറാട്ടുകടവിലെ 11 കുടുംബങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഇടപെട്ടുകൊണ്ട് ഒരു പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുകയും അങ്ങനെ 11 കുടുംബങ്ങളെ പെരിങ്ങോത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇന്നിപ്പം വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 11 പുനരധിവാസ പദ്ധതിയിൽപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട കാണിക്കാരൻ കുഞ്ഞിരാമൻ എന്ന വയോധികനായ മനുഷ്യൻ കർണാടക അതിർത്തിയോട് ചേർന്നുള്ള ഈ കാര്യങ്കോട് പുഴയുടെ തീരത്ത് പാലത്തിന്റെ അടിയിലായിട്ട് ഒരു മനുഷ്യൻ അവിടെ താമസിക്കുന്ന വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കേരളത്തിൽ ഇന്നും കയറിക്കിടക്കാൻ ഒരു വീടില്ലാണ്ട് ഒരാള് പുഴയിറമ്പിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം വേദനാജനകമാണ്. പ്രത്യേകിച്ച് പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് വീട് അനുവദിച്ചിട്ടുമുണ്ട്. അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിന് വീട് പണിതു കൊടുക്കാൻ വേണ്ടി കരാറെടുത്ത കരാറുകാരൻ വളരെ നിസ്സംഗമായ രീതിയിൽ, ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭവന നിർമ്മാണം പൂർത്തിയാകാൻ സാധിക്കാതെ ഈ പുഴയരികിൽ കിടക്കുന്നതെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ഇതിൽ വളരെ ഉത്തരവാദിത്തോടു കൂടി ഇടപെട്ട് ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട, അടിസ്ഥാനപരമായ അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇതിൽ ഇടപെടുന്നില്ല എന്നത് വളരെയധികം ഖേദകരമായ ഒരു കാര്യം കൂടിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഇതിൽ ഇടപെട്ടുകൊണ്ട് കാണിക്കാരൻ കുഞ്ഞിരാമനെ അദ്ദേഹത്തിന് സുരക്ഷിതമായ രീതിയിൽ താമസിക്കുന്നതിന് ആവശ്യമായ നടപടികൾ തീർച്ചയായും ഉണ്ടാക്കണം എന്നാണ് പറയാനായിട്ടുള്ളത്. ഇത്തരത്തിൽ മുൻ ഭരണസമിതിയും ചില നേതാക്കളൊക്കെ ഇടപെട്ടിട്ടാണ് 11 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളൊക്കെ നടക്കുമ്പോഴും അങ്ങനെ വീട് പൂർത്തിയായില്ല എന്നൊരു കാരണത്തെ കൊണ്ട് ഒരു വയോധികനായ മനുഷ്യനെ പുഴത്തീരത്ത് തള്ളുന്നത് സംസ്കാരം നമ്മുടെ കേരളത്തിലില്ല. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ചെറുപുഴയിലാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് കുഞ്ഞിരാമേട്ടനെ പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്ന സമയം വരെ മറ്റെവിടെയെങ്കിലും താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ജീവനും ഒരു ഉറപ്പ് നൽകാൻ അല്ലെങ്കിൽ സംരക്ഷണം നൽകാൻ നമ്മുടെ അധികൃതർ തയ്യാറാകണം. ഇത്തരത്തിൽ വളരെ ഈ വിഷു ആഘോഷിക്കുമ്പോൾ ഈ വിഷുവിൽ നാട്ടുകാരൊക്കെ പടക്കം പൊട്ടിച്ചു മറ്റൊക്കെ ആഘോഷ ലഹരിയിലാകുമ്പോൾ ഒരു കാലത്തൊപ്പം സഞ്ചരിച്ചൊരു പ്രായമായ ഒരു വയോധികനായ ഒരു മനുഷ്യൻ ഈ പുഴത്തീരത്ത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജീവൻ തള്ളി നീക്കുന്നത് അങ്ങനെ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ അധികൃതർ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ കുടുംബത്തെയും ഈ കുഞ്ഞിരാമേട്ടനെ രക്ഷപ്പെടുത്താനുള്ള അടിയന്തര നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത്. ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ പൊടിപൊടിക്കാം. പടിഞ്ഞാത്ത് ഗോൾഡൻ കാർണിവൽ. ഏപ്രിൽ 18 വരെ എല്ലാ പർച്ചേസുകൾക്കും സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണുകൾ, ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ. കൂടാതെ ഏപ്രിൽ 19, 20 തീയതികളിൽ അക്ഷയ തൃതീയ നാളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്വർണ്ണം വെള്ളി നാണയങ്ങൾ സമ്മാനമായി നൽകുന്നു. അക്ഷയ തൃതീയ നാളിൽ ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളും തുറന്നു പ്രവർത്തിക്കുന്നു. എല്ലാ ആഘോഷ നാളുകളും പടിഞ്ഞാത്തിനൊപ്പം ആഘോഷിക്കൂ. പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ട്.